ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ, ആ മകൻ മരിക്കുകയാണ്. നമുക്ക് ധാരാളം ആളുകൾ, പല ആളുകളും കമൻറ്റ് ബോക്സിലൊക്കെ എഴുതുന്നത് കാണാം, എൻ്റെ മകൻ മരണപ്പെട്ടിരിക്കും, എൻ്റെ കരളിൻ്റെ കരളായ ഭർത്താവ് മരണപ്പെട്ടിരിക്കും, എൻ്റെ മകൾ മരണപ്പെട്ടിരിക്കും. ഇങ്ങനെ കുറേ കമൻറ്റുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്നതാണ്, ഖബദ്തും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ മരിപ്പിച്ചോ? അവർ പറയും അതെ. ഖബദ്തും സമറത ഫുആദി, അടുത്ത ചോദ്യം, ആ ഹൃദയത്തിൻ്റെ സമറത്തിന്, ആ ഫലത്തെ എന്ന് പറഞ്ഞാൽ കരളിൻ്റെ കഷ്ണം എന്നതിൻ്റെ മറ്റൊരു അറബിക് വേർഡാണത്. ആ കരളിൻ്റെ കഷ്ണമായ മകനെ നിങ്ങൾ മരിപ്പിച്ചോ? അതെ. എന്നിട്ട് എൻ്റെ അടിമ എന്തു പറഞ്ഞു? അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിനറിയാം, എന്നാലും മലക്കുകളോട് ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു പരീക്ഷണം ആ അടിമക്ക് കൊടുത്തിട്ട് ആ അടിമ എന്താണ് പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക വസ്തർജ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് വമ്പിച്ചൊരു വാക്കാണ്. ഈ വാക്കിൻ്റെ പൊരുളറിയുന്ന ഒരാൾക്ക് നിരാശ ഉണ്ടാവില്ല, ആത്മഹത്യ ചെയ്യില്ല. സ്വന്തം മക്കൾ മരണപ്പെട്ടാൽ പോലും അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു അനുഗ്രഹമാണ് അവരെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബുനൂ ഹുബൈതൻ ഫിൽ ജന്ന വസമ്മൂ ഹുബൈത്തൽ ഹംദ്, സ്വർഗത്തിൽ ഒരു വീട് റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ മലക്കുകൾ റബ്ബിൻ്റെ ഓർഡർ പ്രകാരം നമുക്കുണ്ടാക്കുന്ന ഒരു വീടിൻ്റെ ഒരു വലിപ്പവും മനോഹാരിതയും, എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടും. കാരണം പരീക്ഷണത്തിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ.